മന എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ അവിടെ തെക്കിനി പോലെയാണ്. ലൈക്ക് ഈ ഫയല് അത് തുറക്കുന്ന ഗംഗയാണ് ഷെല്ലി. കിരൺദാസ് എങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്? ലൈക്ക് മാക്സിമം ഷൂട്ട് ചെയ്യോ അല്ലെങ്കിൽ വേണ്ടത് മാത്രം എടുക്കുന്ന അങ്ങനത്തെ ആണോ? പറഞ്ഞു. പ്രേക്ഷകർ നമ്മളുടെ സിനിമ കാണുമ്പോൾ തന്നെ ഇഴകീറി കാണുമെന്നാണ് വിചാരിച്ചത്. ആദ്യം വെച്ചിട്ട് ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. വാല് മുറിഞ്ഞ പ്രശ്നം, പല്ലി കയ്യിൽ വീണ പ്രശ്നം, തല വീണ പ്രശ്നം, ചലച്ച പ്രശ്നം, പുള്ളിക്ക് മിണ്ടാൻ പാടില്ലാത്ത അവസ്ഥ പാവപ്പെട്ട ജീവിതം. ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല, ഒരു കൊലപാതകം തെളിയിക്കൽ സിനിമയല്ല ഇത്. നമുക്കും ബോറടിക്കില്ലേ കുറെ കുറ്റാന്വേഷണവും മറ്റേ ഇമോഷണൽ ഡ്രാമകളൊക്കെ പറഞ്ഞിട്ട് കഥ പിന്നിലോട്ട് പോയി ഒന്ന് ഹോണ്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോലീസുകാരനായ ഒരാൾ രക്തകൃത്ത് എഴുതുന്നു ബേസിക്കലി. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഭാര്യയെ തന്നെയാണ്. ആക്ച്വലി ഷെല്ലിയുടെ അച്ഛൻ ഒരു നല്ല വായനക്കാരനും എഴുത്തും ഷെല്ലി എന്നുള്ള പേര് തന്നെ ആ പേര് തന്നെ അയാൾക്ക് ഇട്ടിരിക്കുന്ന ലോക സിനിമയെ കണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഷോട്ടിൽ പറഞ്ഞാണ് മറ്റേ കുട്ടിയും കൊണ്ട് വള്ളത്തിൽ വരുന്ന ഷോട്ടും. അതെന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ സുപ്രീമാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലെ രാത്രിന്ന് പെട്ടെന്ന് പകലാവുന്ന അത് എപ്പോഴും ഭയങ്കര പ്രൈസ് ചെയ്യുന്ന ഒരു വിഷ്വൽ സംഭവമാണ്. അത് കിരൺദാസിന്റെ ലൈക്ക് കംപ്ലീറ്റ് ഐഡിയ ആയിരുന്നു. എങ്ങനെയായിരുന്നു? അത് പ്ലാന്റ് ഷൂട്ട് തന്നെയാണ്. തല്ലുമാല നമുക്ക് പൂക്കാലം പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. തല്ലുമാല തന്നെയാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ ഡീൽ ചെയ്യണം. ഹായ്, റിപ്പോർട്ടർ ഫിലിംസിന്റെ മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കിരൺദാസും ഷാഹി കബീറുമാണ്. സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഉന്മാദം സിനിമ കണ്ടതിന് ശേഷമാണ് അതിൻ്റെ ക്രിയേറ്റേഴ്സായിട്ട് സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാണ്, സ്പോയിലർ അലർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സിനിമ കണ്ടവർ കാണുക, ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരും കാണുക. നമ്മൾ മാക്സിമം കുറച്ച് സ്പോയിലർ അലർട്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് പറയുന്നത് പോലെ ഇപ്പം ഈ ഷെല്ലി എന്നുള്ള കഥാപാത്രത്തിന് അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ വന്ന ആ എഴുത്തുകാരനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷാഹി കബീറിൻ്റെ ഈ ഹോണ്ടിങ് എന്നുള്ള ഒരു എലമെൻറ്റ് പ്രേക്ഷകനെയും ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നായാട്ടിലാണെങ്കിലും നമുക്ക് ആ പടം കഴിഞ്ഞതിന് ശേഷം ആ കഥാപാത്രങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ ഉള്ളിലൊരു എന്താ നമ്മളെ വിടാതെ ഇങ്ങനെ പിന്തുടരുന്ന പോലെ ഇതുണ്ട്. എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മാത്രമാണ് കുറച്ച് അങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുത്ത് എല്ലാവരെയും തീർത്തത് കൊണ്ട്. ബാക്കി എല്ലാ സിനിമകളിലും അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ ഹോണ്ടിങ് എന്നുള്ള എലമെൻറ്റ് ഷാഹി കബീറിനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണോ? ക്യാരക്ടേഴ്സ് ആണെങ്കിലും പിന്നാലെ വന്ന് നമ്മളിങ്ങനെ അല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല ഷെല്ലിയുടെ ഒരു കഥാപാത്രം പിന്നോട്ട് വന്ന് ഹോണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇല്ല. പക്ഷേ ഈ കഥ പിന്നിലോട്ട് പോയി ഒന്ന് ഹോണ്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. എന്താണിത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സീൻസ് ഇതിൻ്റെ അകത്ത് വന്നത് എന്ന് പറഞ്ഞൊരു റീവാച്ചിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തതാണ് സിനിമയിൽ. അല്ലാതെ ഇത് നമ്മൾ പറയുന്ന കണക്ക് നേരത്തെ ഒരു സിനിമയായിട്ടൊരു ബന്ധമില്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല, ഒരു കൊലപാതകം തെളിയിക്കൽ സിനിമയല്ല ഇത്. അല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞില്ലേ, നമുക്കും ബോറടിക്കില്ലേ കുറെ കുറ്റാന്വേഷണവും മറ്റേ എന്താ പറഞ്ഞ മറ്റേ ഇമോഷണൽ ഡ്രാമകളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് രസമായിട്ടൊരു പുതിയ തരത്തിലൊരു സിനിമ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ കുറ്റാന്വേഷണം മാറ്റി വെച്ചിട്ട് വേറെ രീതിയിൽ ഭയങ്കര ഒരു ക്ലോഷർ കൊടുക്കാവുന്ന സിനിമയേ ഉള്ളൂ. നമ്മൾ ഈ സിനിമ വേറിട്ട രീതിയിൽ എഴുത്തുകാരന്റെ ഉന്മാദത്തെ കുറിച്ചുമാണ് നമ്മള്. പോലീസാന്നേ ഉള്ളൂ. വെറുതെ ഒരു പ്രൊമേസിസ് പോലീസാണെന്നുള്ളൂ. ഇതൊരു ഉന്മാദമാണ്. എഴുത്തുകാരനും അയാൾ നേരിടുന്ന കാഴ്ചകൾ, അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കാര്യങ്ങൾ, അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു എഴുത്തുകാരൻ എങ്ങനെ അതിനെ ക്ലോസ് ചെയ്യുന്നു, അങ്ങനത്തെ പല പല എലമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ്. ഈ ആദ്യ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ആദ്യ സിനിമ ഇപ്പൊ ഈ ഇത്രയും പറഞ്ഞ പോലെ ഈ ഉന്മാദവും ഹാലുസിനേഷൻ ലൈക്ക് അങ്ങനത്തെ ഒരു സിനിമ തെരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിന് ശരിക്കും ഉണ്ട് ഒരു അല്ലെ. പിന്നെ ഇത്രയും പടങ്ങൾ എഡിറ്റർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന്. നമ്മൾ ജീവിതത്തിൽ സിനിമയും ചെയ്യുള്ളൂ. പക്ഷെ അത് കുറച്ച് നമുക്ക് എക്സ്പെരിമെന്റൽ ആയിക്കോട്ടെ, അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ്. കുറച്ച് എന്താ പറയാ, ഒരു റിയാലിറ്റി അല്ലാത്ത ഒരു വേറൊരു ലൈൻ പറയുക, രണ്ട് മൂന്ന് ട്രാക്കുകൾ പറയുക, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഇഷ്ടമാണ്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയതാണ്. പിന്നെ ഇതിനകത്ത് സെറ്റിലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സാധനം തോന്നിയത് ഈ ഷെല്ലിയും അച്ഛനും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം അവിടെ നടക്കുന്നത്. അപ്പം അതിനകത്ത് റൈറ്റർ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിച്ചിരുന്നോ? എഡിറ്ററും ഡയറക്ടറും ആണോ അതിനൊരു ജസ്റ്റ് ബാക്ക് എന്ന് ഒരു ഒറ്റ സീൻ മാത്രമാക്കി വെച്ചത്? അതോ സ്ക്രിപ്റ്റിൽ അത്ര തന്നെയാണോ ഉണ്ടായിരുന്നത്? അല്ല, നമ്മളുടെ കഥയിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഷെല്ലിയുടെ അച്ഛൻ ഒരു നല്ല വായനക്കാരനും എഴുത്തും ഷെല്ലി എന്നുള്ള പേര് തന്നെ ആ പേര് തന്നെ അയാൾക്ക് ഇട്ടിരിക്കുന്ന മകൻ ഒരു എഴുത്തുകാരനാവണോ എന്നുള്ള ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുടെ ഒരു മരണം കൂടാണ്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇങ്ങനെയാണ് ഷെല്ലി. ഷെല്ലിയിലെ ഒരു എഴുത്തുകാരന് ഉള്ള ഒരു കണക്ഷൻ വരുന്നത് അച്ഛനിൽ നിന്നാണ്. അച്ഛനിൽ നിന്നാണ്. അതാണ് വീട്ടിൽ നിന്ന് അച്ഛനാണ് ലൈബ്രറി ഒക്കെ ഉള്ളത്.
അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതല്ല. അതുപോലെ അത്യാവശ്യം വായനയുള്ള ഒരു മകൻ, വായനയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഷെല്ലി എന്നുള്ള പേര് മകനിട്ടത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു പള്ളിയുടെ എലമെന്റ് ആണ് ഭയങ്കരമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പല പല സിനിമകളിലും പല രീതിക്കുള്ള എന്താ പറയുക, നമ്മളുടെ കൂടെ ഒരു ഒരു കഥാപാത്രം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതിന് പല രീതിക്ക് കണ്ടിട്ടുണ്ട്. ഈ പള്ളിയെ അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഷാഹിദ് കബീറിന്റെ തന്നെ ഒരു സൈക്കോളജിക്കൽ ലെവലാണ് നമ്മൾ പല്ലി ഉപയോഗിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ടൈറ്റിൽ സോങ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അറിയാം ഇത് എവിടുന്നാണ് പല്ലി പുറത്തിറങ്ങുന്നതെന്നും പല്ലി എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും. നമ്മൾ ഈ സിനിമ എന്താണ് പറയുന്നതെന്നുള്ളത്, അല്ലെ ആൾക്കാർ എങ്ങനെ കാണണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന സൈക്ലിക് രീതിയിലുള്ള കളേഴ്സും അത്തരം രീതിയിൽ നമ്മളത് പിന്നെ വരച്ച് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? ഇപ്പം ഈ പള്ളി എന്നുള്ള ഒരു ആസ്പെക്റ്റിന് ഇപ്പം എഴുതി വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിന് നമുക്കൊരു വിഷ്വൽ എഫക്റ്റും ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ അതിനവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഇപ്പം പല്ലി ചലിച്ചാൽ അതിന് ഒരുപാട് അർത്ഥമുള്ള ഒരു അങ്ങനത്തെ ഉള്ള പല്ലി കാലങ്ങളായിട്ട് മലയാളികളുടെ ഒരു അന്ധവിശ്വാസമാണ്. യെസ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതാണ്. അപ്പം ഡയറക്ടർ എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്തത്? പല്ലി പോലും അറിയാതെ പല്ലി ആൾക്കാർക്ക് ഒരു ബാധ്യതയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ. അതായത് വാല് മുറിഞ്ഞ പ്രശ്നം, പല്ലി കയ്യിൽ വീണ പ്രശ്നം, തല വീണ പ്രശ്നം, ചലച്ച പ്രശ്നം, പുള്ളിക്ക് മിണ്ടാൻ പാടില്ലാത്ത അവസ്ഥയുള്ള ഒരു പാവപ്പെട്ട ജീവിയാണ്. അതിൽ തന്നെ രസകരമായ സാധനം വെളുത്ത പല്ലിയും കറുത്ത പല്ലിയും ഉണ്ട്. അതെ, കറുത്ത പല്ലി കുറച്ചുകൂടെ പ്രശ്നമാണെന്നാണ് വിശ്വാസപ്രകാരം പറയുന്നത്. വെളുത്ത പല്ലി പിന്നെയും കുഴപ്പമില്ലെന്നാ പറയുന്നത്. അതിൽ ഡിസ്ക്രിമിനേഷൻ അല്ല, ഗൗളി ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടത്. അതിൻ്റെ അകത്ത് റേസിസം ഉണ്ട്. അല്ല, അപ്പം നമ്മളൊരിക്കലും കുറച്ച് അന്ധവിശ്വാസികളായ പോലീസുകാർ ഒരു കാര്യം ചിന്തിക്കുന്നു, ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാൾ അയാളുടെ കഥ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. പക്ഷേ അയാൾ ഇത് എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്ത് ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു കാര്യമില്ല, ഇവർ വെറുതെ പേടിച്ചതാണ്. അത് ഇവർ കൊടുത്ത ബിൽഡപ്പ് കാരണം അതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട്, അതെടുത്ത് തുറന്നാൽ താൻ സക്സസ് ആവുന്നതായിട്ട് തെറ്റിദ്ധരിക്കും. അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇതെല്ലാം ഈ മണ്ടന്മാരെ അന്ധവിശ്വാസം അല്ലേ? അതൊരു കഥയാണ്. നമ്മൾ പറയല്ലോ തോട്ട് പ്രോസസ്. ഞാൻ എങ്ങനെയാണ് ഈ സിനിമ എഴുതുന്നതെന്ന് വെച്ചാൽ, ഒരു സ്റ്റേഷനിൽ തൊട്ടാ പ്രശ്നമുള്ള ഫയൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒന്നുമില്ല, അൺനാച്ചുറൽ ഡെത്തുകൾ കൂടും, പിന്നെ പോലീസുകാർക്ക് സസ്പെൻഷൻ ആവും, രക്തത്തി എന്താ ഷർട്ടി രക്തം പറ്റും, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നടക്കാത്ത ഒരു സ്റ്റേഷനും ഇല്ല കേരളത്തിൽ. നമ്മൾ ഭയങ്കര ക്ലാരിറ്റിയോട് കോട്ടയം നസീറാണെന്ന് പറഞ്ഞു വെക്കുന്നത്. പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുന്ന ഞാനല്ലേ, അല്ലേ എനിക്കല്ലേ സംഭവിക്കേണ്ടത്. സോ അവിടെയാണ് റൈറ്റർ കൃത്യമായി അയാൾ ഇത് അന്വേഷിച്ചെഴുതാം എന്ന് പറഞ്ഞു വന്നു. റൈറ്ററുടെ പ്രഷർ ഉണ്ട് എപ്പോഴും, നമുക്കൊരു അഡ്വാൻസ് കിട്ടുന്നു. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഭാര്യ അപ്പൊ പറയുന്നത് എന്താണ്, അതവിടെ മാറാതിരുന്നോട്ടെ, ഭാര്യക്കറിയാം ഇയാൾ ആരാണ്. സോ അതാണ് അയാൾ അവർ നൈസ്ലി ഇത് മാറണ്ട, ഇനി ലോൺ എടുത്ത് കിട്ടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ അയാൾ എഴുതാൻ വേണ്ടി വരുമ്പം ആണ് പുള്ളി ആദ്യമേ മറ്റേ ആൾ പറയുമ്പോൾ പുള്ളി ഇംപ്രസ്ഡ് ആണ്. കാരണം അയാൾ ജോത്സ്യനാണല്ലോ, അയാളാണല്ലോ പഞ്ചമിയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ടുള്ള ഇതിനും അതിനൊരു ബാക്ക് സ്റ്റോറി പറയുന്നത് ജോത്സ്യനാണ്. ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമാറ്റിക് ആയിട്ട് പല്ലിയുടെ പ്രശ്നം, മറ്റേ അവിടുത്തെ ലക്ഷണങ്ങൾ, ദുർലക്ഷണങ്ങൾ, പഞ്ചമി, 5 മരണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നല്ല ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അത് മറ്റേ ആക്സിഡന്റ് ഡെത്ത് ആണെന്ന് ഫോറൻസിക് എല്ലാം തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തുറന്നു വായിച്ചാൽ നിനക്ക് മനസ്സിലാവുമല്ലോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഈ രസം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രസമായി തോന്നുന്നത്, നമുക്ക് കോട്ടയം നസീറിനോട് നമുക്കൊരു ചെറിയ നെഗറ്റീവ് ഫീൽ തോന്നണം. ലൈക്ക് ഇയാൾ ഇതെന്തോ ഒളിപ്പിച്ചു വെക്കുന്നു, ഇപ്പൊ സാബുമോനും കൂടി എന്തോ ചെയ്യുന്നു എന്ന്. ഇപ്പം നമുക്ക് കണക്ഷൻ തോന്നേണ്ടത് സുധീഷിന്റെ ജോത്സ്യനോടുമാണ്. അത് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും അത് എക്സ്പെക്ട് ചെയ്തിരുന്നു, ലൈക്ക് നമ്മൾ സിനിമ കാണുമ്പോൾ ഇവരാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത്, സിനിമ കണ്ട് കഴിയുമ്പോൾ ഷിഫ്റ്റ് ആവുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാട്, സാധാരണ ഒരു പ്രേക്ഷകൻ, ഏറ്റവും സാധാരണ ഒരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സിനിമ കണ്ടു തീർക്കണം. അത് ഇപ്പൊ സക്സസ് ആണ്. ആക്ച്വലി സിനിമ ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റേക്കാളും കൂടുതൽ കളക്ഷനായി, ഇന്ന് തൊട്ട് ടിക്കറ്റ് ഹൗസ്ഫുൾ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യട്ടെ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പറയുമ്പോൾ നമുക്കത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാബുമോനക്കണക്ക് ഒരു ഫിഗർ വരുമ്പോൾ ഇയാൾ വില്ലനാണ്, കോട്ടയം നസീർ. അപ്പുറത്ത് ഭയങ്കര സോഫ്റ്റ് ആയ സുധീഷ് ചേട്ടനെ വെച്ച് കഴിയുമ്പോൾ അയാൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആ മുൻ ധാരണകളുണ്ടല്ലോ ആക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ഇപ്പൊ അഡ്വക്കേറ്റ് ആയിട്ട് സിദ്ദിഖിക്ക അല്ലാതെ ഒരു പാവം ഒരാൾ വന്നു നിന്നാൽ മാറി. കാരണം സിനിമയുടെ അവസാനം വരെ നായകൻ എന്തോ വലിയ പ്രശ്നങ്ങളിൽ പെടുന്നു,
അയാൾ അതിൽ നിന്ന് തിരിച്ചടിക്കുന്നു. സ്ഥിരം ക്രിഞ്ച് നമ്മൾ പറയുന്ന കണക്ക് നായകൻ വിജയിക്കുന്നു. പക്ഷേ അതിൻ്റെ ബാക്കിലോട്ട് മാറിയാൽ ഇതെല്ലാം മാറും അല്ലെ അങ്ങനത്തെ പോയിന്റ്സ് ആണ്. നമ്മൾ സിനിമ തീരുമ്പോൾ 2 ഷോട്ട്സ് വെച്ചിട്ടുണ്ട്, 2 സീൻസ് ഉണ്ട്. ഒന്ന് ഷെല്ലി ഗുളി കഴിക്കുന്നതും, 2 പറയുന്നുണ്ട് അവിടെ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് അവസാനം ഫയലിത്തോടെ കിളിയും പോയി പണിയും പോയെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് വെള്ള പേപ്പറുകളുമാണ്, കത്തിപ്പോയതിൻ്റെ ബാക്കി ഇയാൾ മാറ്റി വെച്ച വെള്ള പേപ്പറുമാണ്. സോ ഇവിടുന്ന് ബാക്കിലോട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മളത് ചെയ്തത്. ഇപ്പം ഇങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞു. ഓക്കെ, പിന്നെ ഇപ്പം ഈ ഒരുപാട് പടങ്ങൾക്ക് എഡിറ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിനകത്ത് നോക്കും, ഇപ്പം ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ക്യാരക്ടറും ഷെല്ലിയും തമ്മിൽ എന്തെങ്കിലും അധികം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഈ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, സാബുമോൻ, കോട്ടയം നസീർ, ഇവർക്കൊക്കെ എഴുത്തുകാരൻ ഒരുപാട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? അത് എഡിറ്ററിൻ്റെ ആണോ അവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല, എല്ലാ സിനിമയും ഇടയും ഒരു കോറൈറ്ററാണ്, പേര് വെച്ചില്ലെങ്കിലും ഡയറക്ടർ. അതിന്റെ കാര്യം ഞങ്ങൾ തമ്മിൽ ഓക്കെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. അത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സിനിമകളുടെ എഡിറ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് പുട്ടുംപൊടിയൊക്കെ പോകും. പക്ഷേ അത് ഭീകരമായ ഒന്നുമില്ല. ആ സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യാണ് ശരിക്കും. അത് നമ്മൾ എല്ലാ ഇതിൻ്റെ മേക്കിങ്ങിന്റെ ഓരോ സമയത്തും, അത് പ്രീ പ്രൊഡക്ഷൻ സമയത്തും പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഈ 2 ടീമും, അതായത് ഡയറക്ടറും റൈറ്ററും മാത്രമല്ല ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലും ഹെഡായിട്ടുള്ള ആൾക്കാർ, ഓൾമോസ്റ്റ് ക്രിയേറ്റീവിൽ ഇടാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടെല്ലാം തന്നെ പൂർണ്ണമായും ഡിസ്കഷൻ എല്ലാ സമയത്തും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് പണ്ട് നേരത്തെ ഞാൻ ഡയറക്ട് ചെയ്ത പടങ്ങളുടെ എല്ലാ സ്ക്രിപ്റ്റും ആദ്യമേ കിരണമായിട്ടിരുന്നാണ് അടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ അങ്ങോട്ടേക്കും ചർച്ച, അതെന്തിനാണ് ആവശ്യം, അത് വേണ്ട നമ്മളെ മൊത്തത്തിൽ ടീം എന്നുള്ള രീതിയിലാണ് അതിനെ വർക്ക് ചെയ്തത്. ലാസ്റ്റ് ഞങ്ങൾ ഓട്ടൊക്കെ തീരുമാനിക്കാം. കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ അസിസ്റ്റൻസിനോട് ചോദിക്കും, നിങ്ങൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞോളൂ, വോട്ടിടാൻ പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ കാലത്ത് സിനിമകൾ പോലെ ഒരു ഡയറക്ടർ നിന്നിട്ട് ബാക്കി ആൾക്കാരെ കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ഇപ്പം എഡിറ്റിംഗ് ടേബിളിലും കൂടെ കൂടിയിട്ടാണ് സാധനം ഉണ്ടാവുന്നത്. അത് എഡിറ്റിംഗ് എഡിറ്ററായിട്ട് ഉണ്ടാക്കുന്നതല്ല, പ്രൊഡക്ഷൻ പോലത്തെ അതേ പ്രോസസ്സാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അത്ര ആൾക്കാർ തന്നെ കൂടി ഇരുന്നിട്ടാണ് എഡിറ്റ് ടേബിൾ ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്ന എഡിറ്ററെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരാൾക്ക് ഓൺ ചെയ്യാനും ഡിസോൺ ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സായിട്ട് വരുന്ന സമയത്ത് വളരെ പ്രിസിഷൻ ഉണ്ടായിരിക്കും ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇവരുടെ മൈൻഡിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത് കൊണ്ട് ഇതുകൂടെ എടുത്തു വെക്കാം അല്ലെങ്കിൽ ഇതുകൂടെ എടുത്തു വെക്കാം എന്നുള്ള സംഭവങ്ങൾ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം കിരൺദാസ് എങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്? ലൈക്ക് മാക്സിമം ഷൂട്ട് ചെയ്യുമോ അല്ലെങ്കിൽ വേണ്ടത് മാത്രം എടുക്കുന്ന അങ്ങനത്തെ ആണോ? പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടങ്ങൾ, ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്തോ ഞാൻ എഴുതിയതോ കിരൺ എഡിറ്റ് ചെയ്ത പടങ്ങളുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇനിഷ്യലി ഇരുന്ന് ഭയങ്കര സംസാരിച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാതെ വെച്ച് ഷൂട്ട് ചെയ്ത് കൂട്ടിയിട്ട് പ്രൊഡക്ഷനും നഷ്ടം, നമ്മളും 2 ദിവസം ഷൂട്ട് കൂടിയാൽ നമ്മളും അത്രയും പണിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓക്കെ ആയി നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ഉള്ള സമയത്തെ നമ്മൾ തീർക്കാറുള്ളത്. അതുപോലെ അത് ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ഷൂട്ട് ചെയ്യാം. അതായത് പഴയ നമ്മൾ ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലെ ഷൂട്ട് കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഫുള്ളൊരു കവറിങ് പരിപാടി അല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാം. അപ്പോൾ വേസ്റ്റേജ് തീരെ കുറവായിരിക്കും, ഓപ്ഷൻസ് കുറവായിരിക്കും, ബേസ്ഡ് ഓപ്ഷൻസ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൽ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ പ്ലാൻഡ് ആണ് കൃത്യമായിട്ട്. അത് അങ്ങനെയാണ് ഈ സിനിമ ത്രൂ ഔട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഈ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് അതുകൊണ്ട് മേ ബി ആയിരിക്കേണ്ടതാണ് ശരിക്കും. കാരണം അത് തന്നെയാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ഡേയ്സ് കുറഞ്ഞു. പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിനേക്കാൾ 2 ദിവസം കുറയുന്ന അവർക്ക് ഹാപ്പിയാണ്. നമുക്ക് വേണമെങ്കിൽ വാരി വലിച്ച് ഷൂട്ട് ചെയ്യാം. കിരൺ കറക്റ്റ് കൃത്യമായുള്ള പരിപാടി പിടിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു ഈ ക്രിയേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് പരിപാടിയൊക്കെ തുടങ്ങുന്നത് തൊണ്ടിമുതലിൽ നിന്നാണോ? അവിടെ വെച്ചിട്ടാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്? പുള്ളി എഡിറ്ററും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും. യെസ്, അങ്ങനെയാണ്. അപ്പം ഈ ത്രൂ ഔട്ട് ദി ഇയേഴ്സിലൊക്കെ ഈ പറയുന്നത് പോലെ നിങ്ങൾ പല കഥകളും ഞാൻ എല്ലാ കഥയും ആദ്യമേ വിളിച്ചിട്ട് പറയും. ജോസഫ് പുള്ളിയാണ് എഡിറ്റ് ചെയ്തത്. പൂഞ്ചരയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാവരുമായിട്ട് മേളിൽ പോയി മലയുടെ മേളിൽ പോയിരുന്ന് ഡിസ്കഷൻ നടത്തിയിട്ടൊക്കെയാണ് സ്ക്രിപ്റ്റ് വായിക്കുക, അതിൻ്റെ അകത്ത് എല്ലാവരും അഭിപ്രായം എടുക്കുക, കളയുക. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ എഡിറ്റിങ്ങിൻ്റെ ഇത് പറയുമ്പം ഈ അടുത്ത കാലത്തൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒരു വിഷ്വലാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലെ ആ രാത്രിയിൽ നിന്ന് പെട്ടെന്ന് പകലാവുന്ന ആ ഒരു സംഭവം. അത് എപ്പോഴും ഭയങ്കര പ്രൈസ് ചെയ്യുന്ന ഒരു വിഷ്വൽ സംഭവമാണ്. അത് കിരൺദാസിന്റെ ലൈക്ക് കംപ്ലീറ്റ് ഐഡിയ ആയിരുന്നു? എങ്ങനെയായിരുന്നു? അത് പ്ലാൻഡ് ഷൂട്ട് തന്നെയാണ്. പ്ലാൻഡ് ഷൂട്ട് തന്നെയാണ്. അത് ആക്ച്വലി നമ്മൾ ടെക്നിക്കലി പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ സീൻ എന്ന് പറഞ്ഞാൽ പ്രസാദ് ജയിലിലിരുന്നിട്ട് മാല പൊട്ടിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, സുധാകരൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീനാണ്. അതിനുശേഷം നമ്മൾ അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനകത്ത് തന്നെ
ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു എക്സ്റ്റീരിയർ ഷോട്ട് ഇടണം, പിറ്റേ ദിവസത്തെ സീനിലും ഇടണം, ഈ സീനിലും ഇടണം. അപ്പോൾ ഒരു നൈറ്റ് ടു ഡേ എക്സ്റ്റീരിയർ ഷോട്ടാണ്. അത് ഒരുമിച്ച് ഒരിക്കലും അങ്ങനെ ചേർന്ന് പോകത്തില്ല. അപ്പോൾ അത് ചേർന്ന് പോകണമെങ്കിൽ ട്രാൻസിഷൻ വേണം. അപ്പോൾ ആ ബുദ്ധിയിൽ വന്നാണ് ഒരു പടക്കം പൊട്ടിച്ചിട്ട് നേരം എടുത്തേക്കാം എന്നുള്ളത്. പക്ഷേ ആ ടെക്നിക്കലി അങ്ങനെ ക്യാമറ ലോക്ക് ചെയ്ത് എടുത്തതാണ്. ഇപ്പം ഈ അടുത്തിപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഇതേപോലെയുള്ള ട്രാൻസിഷൻ ഷോട്ടുകൾ അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻ വരിക, എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഉന്മാദ OTT സ്പേസിൽ എത്തുന്ന സമയത്ത് ഇതിനകത്തൊക്കെ വരാൻ പോകുന്ന ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് റൈറ്റർ എന്നുള്ള രീതിക്കും അല്ലെങ്കിൽ ക്രിയേറ്റർ എന്നുള്ള രീതിക്കും ഇത്രയും ഒരുപാട് ഡിസ്കഷൻസ് വരുന്നില്ല, പിഴക്കീറി പരിശോധിച്ച് സംഭവങ്ങൾ വരുന്നത്, സോഷ്യൽ മീഡിയയിൽ ഓരോ സീൻ എടുത്ത് വരുന്നത്, അത് നിങ്ങൾക്ക് ഒരു എങ്ങനെയാ ലൈക്ക് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സിനിമ പിടിക്കാനുള്ള ഒരു പ്രഷർ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ ചെയ്തു വെച്ച വർക്കിനെ ആളുകൾ അത്രയും കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമാണോ ഇപ്പോൾ ഉള്ള ഒരു പ്രോസസ്സ്? ഇപ്പോൾ ഉള്ള ഈ സിനിമയിൽ സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകർ നമ്മളുടെ സിനിമ കാണുമ്പോൾ തന്നെ ഇഴകീറി കാണുമെന്നാണ് വിചാരിച്ചത്. കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ കാണുന്നവർ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിച്ചിട്ട് സിനിമ കാണുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ എല്ലാത്തവർക്കും സിനിമ ആസ്വദിക്കാന്നുള്ളൊരു രണ്ട് കൂട്ടർക്കും രണ്ട് രീതിയിൽ ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അല്ല, ഈ സിനിമയുടെ അല്ല ഞാൻ പറയുന്നത്, ഒരു പൊതുവെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കിനും ഇപ്പൊ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് സോഷ്യൽ ഭയങ്കരമായിട്ട് നമ്മൾ സത്യസന്ധമായി നമ്മൾ അതിനെ സമീപിക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് നല്ലതാണ് ചീത്തയാണുള്ള സന്തോഷം നമ്മൾ സ്വീകരിക്കും, അത് തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സന്തോഷം, ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഇപ്പോൾ കുഞ്ചാക്കോബൻ എന്നുള്ളൊരു നടൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഷെയ്ഡ് നമ്മൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊരു ഉന്മാദിയായിട്ടുണ്ടാവുന്ന ഒരാളുടെ, എസ്പെഷ്യലി ആ ഒരു സ്പോയിലറാണ്, എന്നാൽ ഫൈറ്റ് സീൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ ഫീൽ ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നതിൽ ഒരു ഉന്മാദിയുടെ പവറും കൂടെ ഉണ്ടായിരുന്നു. ലൈക്ക് അദ്ദേഹം മുന്നത്തെ സിനിമകളിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറേ ആക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും ബോഗൻവില്ല ആണെങ്കിലൊക്കെ, പക്ഷെ അതിൽ നിന്നൊന്നും അല്ലാത്തൊരു സംഭവം ഫീൽ ചെയ്തിരുന്നു. അപ്പം കുഞ്ചാക്കോബൻ എന്നുള്ളൊരു നടനെ ഭയങ്കര രസമായിട്ട് പ്രസൻറ്റ് ചെയ്ത പോലെ തോന്നി. അപ്പം അദ്ദേഹമായിട്ട് ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടും ആൾ തിരിച്ചു തരുന്ന ഒരു സംഗതിയും അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു കുഞ്ചാക്കോബൻ എന്നുള്ള ഒരു ആക്ടറിനെ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ചാക്കോച്ചൻ നേരത്തെ അറിയുന്ന ഒരു കഥയാണ് ഇത് കുറച്ച് നാൾ മുമ്പ് ചാക്കോച്ചനടുത്ത് അതിൻ്റെ ഐഡിയാസ് എല്ലാം സംസാരിച്ച് ആൾക്ക് പറയുന്ന കഥയാണ്. ഞാൻ ഈ സിനിമയിലാണ് ചാക്കോച്ചനുമായിട്ട് പരിചയമാവുന്നത്. ഷായിയായിട്ട് വർഷങ്ങളുടെ ബന്ധമുള്ള ആളാണ്. അപ്പം ഏത് സമയത്തും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, വിളിക്കുക, സംസാരിക്കുക, തികച്ചും ഭയങ്കര ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആള്. നമ്മൾ സെറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് ഇതങ്ങനെ ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോളായി എനിക്ക് തോന്നിയില്ല പുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ആളിതിന് ഭയങ്കര ട്യൂൺഡായിട്ടുണ്ട് ഈ സമയത്ത്. അയാളുടെ പല റോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതായത് ക്യാരക്ടറായിട്ട് അഡാപ്റ്റ് ആവുകയും ഭയങ്കര ബ്രില്യൻ്റായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഒരു ബുദ്ധിമുട്ടും നമുക്ക്, കാരണം നമ്മളങ്ങനെ വളരെ സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. പുള്ളിക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതുകൊണ്ടും മാത്രമാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ വളരെ ബുദ്ധിപൂർവ്വം പുള്ളി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ടേക്കുകളൊക്കെയാണ് മാക്സിമം എടുക്കുള്ളൂ. അതിനൊന്നും തന്നെ പുള്ളി സെറ്റാണ്. ലിജോ മോളുടെ ക്യാരക്ടറും അതിനകത്തുള്ളതിൽ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് ഉടനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, അപ്പം പൊതുവേ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അധികം എഴുതാറില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനകത്ത് നല്ല രസമായിട്ട് ലിജോ മോളുടെ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. അവരുടെ സ്നേഹവും ഉണ്ട്, അവരുടെ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനും ഉണ്ട്, എല്ലാം ചേർത്ത് നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. വേറൊരു പ്രശ്നമുണ്ട്, ഇയാളെ ശരിക്കും ഇയാൾ എന്താണ്, ഇയാളുടെ സൈക്കിക് ലെവൽ എന്താണെന്ന് അറിയാവുന്ന ഒരു സ്ത്രീയാണ്. ആ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവർക്ക് മാത്രമേ അറിയൂ. അപ്പം ഈ ലിജോ മോളുടെ ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് ലൈക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പം ഈ ക്യാരക്ടർ എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ അതിനെ മറികടന്നത് എങ്ങനെയാണ്? ഈ ക്യാരക്ടർ ഭയങ്കര റെഫറൻസ് ഉണ്ട്. എന്റെ ഭാര്യയുടെ റെഫറൻസ് തന്നെയാണ്. വളരെ കൃത്യമായി പറയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പോലീസുകാരനായ ഒരാൾ രക്താകൃത്ത് എഴുതുന്നു ബേസിക്കലി. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഭാര്യയെ തന്നെയാണ്. പണിയെടുത്ത് പോലീസുകാരനെ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയാണ്. പിന്നെ ആളുകൾ പലപ്പോഴും വേറൊരു സാധനം പറയുന്നത്, ഇപ്പോൾ നമ്മൾ എഴുത്തുകാരൻ ആത്മകഥാപരമായിട്ടുള്ള എലമെൻറ്റുകളുള്ളൊരു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മറ്റ് കഥകൾ തീർന്നത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കഥയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം പലപ്പോഴും വരുന്ന കണ്ടിട്ടുണ്ട്. ഈ കഥ ആദ്യമേ തന്നെ പറയാം, ഇതിൻ്റെ ഐഡിയ ആണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഐഡിയയെ ഭയങ്കര അന്ധവിശ്വാസപരമായി ഒരു ആത്മാവിനെയൊക്കെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ പ്രേതം വന്ന് അല്ലെ എന്താ പറയുക അന്വേഷണ ഉദ്യോഗസ്ഥനായ ആളെ
കൂട്ടുനിന്നതിന് പ്രേതം കൊല്ലുക എന്നൊക്കെ പറയുന്ന രീതി വേണേൽ ചിന്തിക്കാവുന്നൊരു കഥയാണ്. പക്ഷെ നമുക്കത് അങ്ങനല്ല. ഇതൊരു അന്ധവിശ്വാസമാണെന്നും ഇങ്ങനൊരു സംവിധാനം ഇല്ല എന്നും ഈ കാലത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം അതിന്റെ ഭാഗമായി നമുക്ക് ഈസിലി ഇത് പറയാൻ പറ്റുന്നത് സാധാരണ പോലീസുകാരൻ മരുന്ന് കഴിച്ചാൽ പല്ലിയൊക്കെ പല്ലി പൊയ്ക്കോളും ഡോക്ടർ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഈ എലമെന്റ് പറയുന്ന സമയത്ത് തന്നെ ഇപ്പൊ സിനിമയിൽ നമ്മൾ ത്രൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ മണിച്ചിത്രത്താഴിന്റെ ഒരു ഭയങ്കര ഒരുപാട് എഴുത്തുകൾ ഇപ്പോൾ വരുന്നത് കണ്ടിരുന്നു. ഒരു റിവ്യൂവിൽ ഒക്കെ വായിച്ചത് മന എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ അവിടെ തെക്കിനി പോലെയാണ്, ലൈക്ക് ഫയല് അത് തുറക്കുന്ന ഗംഗയാണ് ഷെല്ലി. അപ്പം അത് അങ്ങനെ രസമുള്ളൊരു വായനയുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പം സിബി മലയിൽ സാറ് മണിച്ചിത്രത്താഴിനെ പറ്റിയിട്ടോ ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു സംഗതിയും കൂടെ അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പർപ്പസ്ഫുള്ളി അവര് നേരത്തെ കണ്ടെന്ന് നമുക്കറിയില്ല, അവരങ്ങനെ കണ്ടോട്ടെ. പക്ഷെ നമ്മൾ വെക്കുന്നതിനൊരു ക്ലീൻ കാരണമുണ്ട്. കാരണം ഒരു തിരക്കഥാകൃത്താൻ ആഗ്രഹിക്കുന്ന ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും റിവ്യൂസ് എല്ലാ സിനിമകളെ കുറിച്ച് കാണുന്നതാണ്. സോ അതിൻ്റെ അകത്ത് സിബി മലയിൽ സാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. മണിച്ചിത്രത്താഴിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ സണ്ണി പ്രശസ്തനാണല്ലോ, എല്ലാം സൈക്കാട്രിസ്റ്റാണ്, പിന്നെന്തിനാണ് ഈ ഹോമം കൊണ്ടുവന്നത്? അപ്പൊ അതിന്റെ ഒരു ഉത്തരവേ ഉള്ളൂ, ആത്മാവിന് നീതി കിട്ടണം. മലയാളി പ്രേക്ഷകൻ ആത്മാവിന്റെ കൂടെയാണ്, ആത്മാവിന് നീതി കിട്ടണം. അതാണ് റൈറ്റർ ഇൻഫ്ലുവൻസ്. അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. റൈറ്റർ എല്ലാത്തിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. ചുറ്റും കാണുന്ന കാര്യങ്ങളെ തന്റെ കഥയിലോട്ട് ബ്ലെൻഡ് ചെയ്യാ നോക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് ഇതിനകത്ത്. അല്ല, എന്താ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സീൻ തന്നെ മണിച്ചിത്രത്തെ ഐ മീൻ ഇതിപ്പോൾ സിനിമയുടെ ഇങ്ങനെ പോകുന്ന സമയത്താണല്ലോ അവിടേക്ക് ഒരു മണിച്ചിത്രത്താഴും അതിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഡയറക്ടറും ഭയങ്കര റിയൽ ലൈഫ് ഒരു സാധനം അങ്ങോട്ട് വെച്ചത്. എന്താ അങ്ങനെ ഐ മീൻ വല്ലാത്ത പല സമയത്തും നമുക്ക് മണിച്ചിത്രത്താഴ കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. അല്ലാണ്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ നേരത്തെ കിട്ടിയത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഇതിന് ഞങ്ങളുടെ പർപ്പസ് അതിനുവേണ്ടി പണിയെടുത്തില്ല. ഇതിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് തെക്കിനിയൊന്നുമില്ല. ഇതിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, കഥയാണ്. അപ്പൊ ഒരു കഥാകൃത്ത് എങ്ങനെയാണ് ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് റൈറ്ററുടെ കഥയാണെന്ന് പറഞ്ഞല്ലോ, ഇതൊരു കുറ്റാന്വേഷണ കഥയല്ല. ഒരു എഴുത്തുകാരൻ സമൂഹത്തിനും ചുറ്റുവട്ടവും കാണുന്ന കാര്യങ്ങളും അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാണുകയും അബോധാവസ്ഥയിലാവുന്ന സമയങ്ങൾ അങ്ങനെയുണ്ട്. എഴുത്തിന്റെ പ്രോസസ് ഉണ്ട്. നേരത്തെ ചോദിച്ചില്ല അവിടെ തൊട്ട് ഹാലുസിനേഷൻ അല്ല, അതിൻ്റെ അകത്ത് റിയൽ ഉണ്ട്. ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ പനോരമ സ്റ്റുഡിയോസും ടി സീരീസും ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വളരെ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ലൈക്ക് നമ്മുടെ മലയാള സിനിമ നിർമ്മാണ ഒരു മേഖലേനെ ഭയങ്കര ഒരു പ്രൊഫഷണൽ സ്പേസ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ആക്ച്വലി എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എസ്പെഷ്യലി നിങ്ങൾ മുൻപത്തെ? തീർച്ചയായിട്ടും വളരെ ഗുണകരമായി ഞങ്ങൾക്ക് തോന്നിയ കാര്യം, പടം തീർന്നപ്പോൾ എല്ലാവർക്കും കൃത്യമായി ശമ്പളം കിട്ടി. വെരി ഗുഡ്. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പനോരമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് പടം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷി നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഷൂട്ട് ചെയ്യണേ ഷൂട്ട് ചെയ്തോളൂ, നിങ്ങളൊന്നും ചിന്തിക്കണ്ട എന്ന് വരെ ഓഫർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചെയ്യണേ ചെയ്തോളൂ എന്ന് വരെ പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ വർക്ക് ചെയ്തതിൽ ഇതുവരെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ മുൻപത്തെ വർക്കുകളെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ജാനമൻ സിനിമേന്റെ ആ സിനിമയിൽ പോകുന്ന സമയത്ത് അതിന്റെ ഈ സ്ക്രിപ്റ്റില് ഈ മരണവീടും ജനനവീടും തമ്മിലുള്ളൊരു ഭയങ്കര ഒരു രസമുണ്ടല്ലോ, അത് പോകുന്നത് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ഒരു വർക്ക് വരുന്ന സമയത്ത് എഡിറ്റർ എന്നുള്ള രീതിക്ക് ഒരുപാട് അത് എന്താ പറയുക, അപ്പം ഈ രണ്ടിൻ്റെ ഒരു റിതം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പം അത്തരം സംഭവങ്ങൾ വരുമ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ ഭയങ്കര ഈസി ആണോ, അല്ലെങ്കിൽ ആ സിനിമയുടെ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു? കാരണം അത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന എഡിറ്റ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ, വളരെ എളുപ്പമാണ്. ഞാനേമൺ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം അത് ഒരു ഫുൾ വെൽമെയ്ഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ഞാൻ അതിനു മുമ്പ് ഭയങ്കര സീരിയസ് സിനിമകൾ മാത്രം എഡിറ്റ് ചെയ്തിട്ടിരുന്ന ആളാണ്. പെട്ടെന്നൊരു ചിദംബരം രാജീവേട്ടൻ്റെ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു, ഷായിക്ക് ഉണ്ടായിരുന്ന പോലെ തൊണ്ടിമുല്ല ഒരേ പടത്തിൽ. അപ്പോൾ ചിദംബരം ആയി കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് പടം ചെയ്യാൻ നേരത്തെ എൻ്റെ കൊണ്ട് വായിക്കാൻ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വായിക്കാൻ നമുക്ക് ഉറപ്പാണ് ഇത് അടിക്കുന്നൊരു പടമാണ്. പക്ഷേ ഞാൻ ആ ജോണർ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, നമ്മൾ എന്തുകൊണ്ട് അടിക്കുന്ന പടത്തിന് ഭാഗമാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ എടുത്തൊരു സിനിമയാണ് അത്. എൻ്റെ തെറ്റിയില്ല, പടം അടിച്ച് എന്തായാലും അത് കൃത്യം. ഞാനല്ലേ അത് എഡിറ്റിൽ അങ്ങനെ വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അതായത് എഡിറ്റേബിൾ ഞാൻ എഡിറ്റിൽ അവർ എഡിറ്റ് സ്ക്രിപ്റ്റാണ് അവർ എഡിറ്റ് ചെയ്ത് കൃത്യമായി അതിനകത്ത് ആ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ തന്നെയാണ്.
ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ചില സമയത്ത് ഇപ്പം തല്ലുമാല പോലുള്ള സിനിമകളുടെ എഡിറ്റിങ്ങിൽ ആളുകൾക്ക് ഭയങ്കര ഒബ്വിയസ് ആയിട്ടൊക്കെ എഡിറ്റിങ്ങിൻ്റെ ആ ഒരു ടെക്നിക് സംഭവങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇപ്പം ആട്ടത്തിനാണെങ്കിലും പൂക്കാലത്തിലാണെങ്കിലും അത്തരം സിനിമകൾക്ക് ഈ അവാർഡ്സും ഒക്കെ കിട്ടുന്ന സമയത്ത് എഡിറ്റിങ്ങിൻ്റെ ഓക്കെ ഇതിലെവിടെയാണ് എഡിറ്റിങ്ങിൻ്റെ ഒരു പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സംഭവം ഇല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഒരു പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ഇത് നല്ലൊരു എഡിറ്റിംഗ് ആണല്ലോ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ആ എക്സ്പീരിയൻസ് ഏലിനേറ്റ് ആയി എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരുപാട് എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കിരൺദാസിൻ്റെ മനസ്സിലുള്ളൊരു ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകനെ ഫീൽ ചെയ്യേണ്ടത് തല്ലുമാലയ്ക്ക് മികച്ച എഡിറ്ററുള്ള അവാർഡ് കിട്ടിയതാണ്. അതെ, കാരണം തല്ലുമാല എന്ന് പറഞ്ഞാൽ രണ്ട് രീതികളുണ്ടല്ലോ, അത് ഓരോ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ്. അപ്പം ഒരിക്കലും തല്ലുമാല എഡിറ്റ് ചെയ്യാണ്ട് എന്നെ ഹയർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ടൈപ്പ് എഡിറ്റർ അല്ല, വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യുകയും കുറച്ചുകൂടെ സ്റ്റോറി ഡ്രിവൻ ആയിട്ട് കഥ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാനിപ്പം അതുപോലെ അത് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട് ശരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പരിപാടികളാണ്. ഇപ്പം തല്ലുമാല നമുക്ക് പൂക്കാലം പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. തല്ലുമാല തന്നെയാണ്, അത് അങ്ങനെ തന്നെ നമ്മൾ ഡീൽ ചെയ്യണം. ആ സിനിമയുടെ ഒരു എക്സ്പോഷർ അങ്ങനെയാണ്, അതിന്റെ ഒരു കളർ അങ്ങനെയാണ്, അതിന്റെ ടേക്കിങ്സ് അങ്ങനെയാണ്, മൂവ്മെന്റ്സ് അങ്ങനെയാണ്, ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അങ്ങനെയാണ്. അങ്ങനെ തന്നെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ചെയ്താലാണ് ആ പടം നിൽക്കത്തുള്ളൂ. അത് ചെയ്യുകയും ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്ത പടമാണ്. അതേസമയം കുമ്പളങ്ങി നൈറ്റ്സ് ഒരു സിനിമ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അത് കുമ്പളങ്ങി നമുക്ക് ഫീൽ ചെയ്യണം, ഒറ്റപ്പെട്ട വീട് ഫീൽ ചെയ്യണം, ഇമോഷൻസ് ആണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പിടിക്കേണ്ടത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ലോക സിനിമയെ കണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഷോട്ടിൽ ഒരെണ്ണമാണ് മറ്റേ കുട്ടിയും കൊണ്ട് വള്ളത്തിൽ വരുന്ന ഷോട്ടും. അതെന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ സുപ്രീമാണ്. അത് എഡിറ്റ്, മ്യൂസിക്, ആക്ടേഴ്സ്, ഈവൻ ലൈറ്റും വെള്ളവും പോലും കൃത്യമായി ബ്ലെൻഡായി വരുന്നൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആവണം. അതിനേക്കുള്ള ഒരു ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ഈ എല്ലാം കൂടിയിട്ട് ചേർന്നിട്ട് ആ സിനിമയ്ക്ക് വരുന്നുള്ളൊരു മാജിക്കാണത്, ഒരു പോയിന്റ് സംഭവിക്കുന്ന മാജിക്കാണ്. ഓക്കെ താങ്ക് യു. അപ്പം ഉന്മാദം നമുക്ക് ഈ പറഞ്ഞതുപോലെ റീവാച്ച് ചെയ്യാനും പിന്നെയും ആലോചിക്കുമ്പോൾ ഓരോരോ കഥാപാത്രങ്ങളുടെ പല അടരുകളൊക്കെ മനസ്സിലാവുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ അതെല്ലാം പ്രേക്ഷകർക്കും ഇനിയും കണ്ട് മനസ്സിലാക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.